എല്ലാവർക്കും നമ്മുടെ ട്രൂ സ്റ്റോറീസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു CNG ഓട്ടോയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് പിയാജോ എന്ന് പറയുന്ന കമ്പനിയുടെ CNG ഓട്ടോയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ CNG ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയാജോ കമ്പനി നമ്മുടെ കേരളത്തിൽ ഇറക്കിയ ആദ്യത്തെ CNG മോഡൽ കൂടെയാണ് പിയാജിയോടെ. അപ്പോൾ ആ വണ്ടിയാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വണ്ടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡീസൽ വണ്ടി ബുക്ക് ചെയ്യാനായിട്ടാണ് പോയത്. അപ്പോൾ അന്ന് ഏകദേശം CNGക്ക് 46 രൂപയും ഡീസലിന് 78 രൂപയും ഉണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു വില വ്യത്യാസമുണ്ട്. പിന്നെ CNG ആണെങ്കിൽ മൈലേജും കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ CNGയിലോട്ട് പോയത്. പിന്നെ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ വലിയ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു രീതിക്കാണ് ഈ വണ്ടി എടുത്തത്. പിന്നെ ഒരു പുതിയ ടെക്നോളജി ആണ്, ആദ്യം പൊല്യൂഷൻ ഇല്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ വണ്ടി എടുത്തത്. വണ്ടി എടുത്തിട്ട് ഇപ്പൊ ഏകദേശം 5 കൊല്ലം, ഇപ്പൊ ഈ ജൂൺ വരും 5 കൊല്ലം ആവും. വലിയ കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പ്രാവശ്യം സിലിണ്ടറും പിസ്റ്റണൊക്കെ മാറിയിട്ടുണ്ട്. അത് ഏകദേശം 1,50,000 ഒക്കെ ആയപ്പോഴാണ് സിലിണ്ടർ പിസ്റ്റൺ ഹെഡ് മാറണ്ടെന്ന് പറഞ്ഞത്, പണിതിടാന്ന് പറഞ്ഞു. എന്നാലും ഞാൻ മാറിയതാണ്. ഇത്രയാണ് ഇതായത്. പിന്നെ ഇപ്പൊ ഏകദേശം 5 കൊല്ലം ആവാറായപ്പോ ഇതൊരു ലോങ് ടേം റിവ്യൂ കൂടെയാണ് ഒരു CNG വണ്ടിയുടെ. 5 കൊല്ലം ആവാറായപ്പോ കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ ഏകദേശം ഒരു 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വരാൻ തുടങ്ങിയ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CNG കിറ്റിന്റെ ഓരോ ചെറിയ കമ്പോണൻസിന് കംപ്ലൈന്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് സംഭവം. 3000 രൂപ 4000 രൂപയൊക്കെയാണ്. പിന്നെ 1500 രൂപ അങ്ങനെയാണ് പല സംഭവങ്ങളും കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴുള്ള റേറ്റ്. പക്ഷെ പൊതുവെ ഈ വണ്ടിക്ക് കംപ്ലൈന്റ് നോക്കുകയാണെങ്കിൽ കംപ്ലൈന്റ് വളരെ കുറവാണ്. മറ്റ് വണ്ടികൾ വെച്ച് നോക്കുകയാണെങ്കിൽ കംപ്ലൈന്റ് വളരെ കുറവാണ്. പിന്നെ ഇത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 395cc എയർ പ്ലസ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് വന്നത്. ഇതിന്റെ ഓയിൽ കൂളർ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൾസർ 220 അല്ലെങ്കിൽ ബജാജിന്റെ CNG ഓട്ടോയിൽ, അതുലിന്റെ CNG ഓട്ടോയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ചെറിയ റേഡിയേറ്റർ ഉണ്ട്. പക്ഷെ അത് കാണാൻ പറ്റത്തില്ല. ഈ വണ്ടിയുടെ അടിയിലാണ് അത് ഉള്ളത്. അത് കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അത് ഈ വണ്ടിയുടെ ഓണർമാർക്ക് ഇത് അറിയാൻ പാടില്ല, ഇത് സംഭവം അടിയിലുള്ള കാര്യം. എനിക്കും അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ വണ്ടി എടുത്ത് ഏകദേശം ഒരു 2.5 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇതിന് ഓയിൽ കൂളിങ്ങിന്റെ സിസ്റ്റം ഉണ്ടെന്നും കൂടെ അറിഞ്ഞത്. വണ്ടി അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം മൈലേജ് നമുക്ക് ഒരു 35 കിലോമീറ്റർ ഒക്കെ സിറ്റിയിൽ പ്രതീക്ഷിച്ചാൽ മതി. ബജാജിന്റെ വണ്ടിയൊക്കെ വെച്ച് അതിന് 40 കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അറിയാൻ പാടില്ല. ഈ വണ്ടിക്ക് ഏകദേശം ഒരു 35 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. നമ്മൾ ലോങ് ഒക്കെ പോകണമെങ്കിൽ ഏകദേശം 40 കിലോമീറ്റർ 42 വരെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ വണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പയുടെ പഴയ മോഡല് ലുക്കാണ് നമ്മുടെ ആദ്യം ഇറങ്ങിയ CNG മോഡല് വലിയ വണ്ടിക്ക്. സാധാ പഴയ ആപ്പ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ആപ്പയുടെ സൗണ്ട് ഏകദേശം അതേപോലെ തന്നെ. ഗിയർ ബോക്സും ക്ലച്ചും പഴയ വണ്ടിയുടെ തന്നെയാണ്. എഞ്ചിൻ കംപ്ലീറ്റ് ഡിഫറെന്റ് ആണ്. പക്ഷെ കാണുമ്പോൾ ആപ്പ ഡീസൽ വണ്ടിയുടെ പോലെ തന്നെ ഇരിക്കുമെങ്കിലും എഞ്ചിൻ ഭാഗം സിലിണ്ടർ പിസ്റ്റൺ ഹെഡ് എല്ലാം കാണുമ്പോൾ അതേപോലെ ഇരിക്കുന്നുണ്ടെങ്കിലും വണ്ടി കംപ്ലീറ്റ് ഡിഫറെന്റ് ആണ്. പക്ഷെ എല്ലാവരും മറ്റേ ഓട്ടോ ഡ്രൈവേഴ്സ് എല്ലാവരും ഇത് കണ്ടിട്ട് ഇത് ഡീസൽ വണ്ടിയാണെന്നാണ് പറയണത്, ഇതിന്റെ സൗണ്ടും കൂടെ കേട്ടിട്ട്. പക്ഷെ ഇത് ആക്ച്വലി ഡീസൽ വണ്ടിയല്ല. ഫുൾ കംപ്ലീറ്റ് ഡിഫറൻസ് ഉണ്ട് വണ്ടിക്ക്. അറിയാൻ പാടില്ലാത്തവരെ പറയണേ. ഞാനും ആദ്യം ഇത് ഡീസൽ വണ്ടിയുടെ എഞ്ചിൻ തന്നെയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ സിലിണ്ടറും പിസ്റ്റണൊക്കെ അയച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ അതിന്റെ പാക്കിങ്ങുകളെല്ലാം വ്യത്യാസമുണ്ട്. വണ്ടി ആക്ച്വലി നല്ല വണ്ടിയാണ്. ലോ മെയിന്റനൻസ് ആണ്, വേറെ പണിയൊന്നുമില്ല. പിന്നെ ബജാജ് വണ്ടിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആപ്പയുടെ വണ്ടിക്ക് കംഫർട്ട് കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ സ്പ്രിംഗും ബാലൻസ് റാഡൊക്കെ വേറെ കയറുകയാണെങ്കിൽ എന്റെ വണ്ടി ബാലൻസ് റാഡ് കയറ്റിയ വണ്ടിയാണ്. കംഫർട്ട് ഉണ്ട് അത്യാവശ്യം. ഇത് ഒരു 5 കൊല്ലത്തെ ഒരു യൂസർ എക്സ്പീരിയൻസ് കൂടെ ആട്ടാ. വലിയ മറ്റേ എന്റെ കൂടെ എന്റെ വണ്ടി മേടിച്ച സമയത്ത്, അല്ലെങ്കിൽ എന്റെ വണ്ടി മേടിച്ചു കഴിഞ്ഞിട്ട് മേടിച്ച പല ബജാജിന്റെയും അതുലിന്റെയൊക്കെ വണ്ടിയുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്. പക്ഷെ അവരുടെ വണ്ടി വെച്ച് നോക്കുമ്പോൾ ഇതിന് മെയിന്റനൻസ് കോസ്റ്റ് എന്ന് പറയുന്ന സംഭവം വളരെ കുറവാണ്. ഇപ്പൊ ബജാജിന്റെ വണ്ടിക്ക് സിലിണ്ടറും പിസ്റ്റണൊക്കെ മാറാൻ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ ടൈം ചെയിൻ ഉണ്ട്. ഇതിന് ടൈം ചെയിനും കാര്യങ്ങളൊന്നും ഇല്ല ഈ വണ്ടിക്ക്. അതൊക്കെ കൊണ്ട് തന്നെ ഭയങ്കര മെയിന്റനൻസ് ഭയങ്കര ഇതാണ്. പിന്നെ ഇതിന്റെ കുറച്ച് ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് കുറച്ച് ഓവർ ഹീറ്റ് ആണ് വണ്ടി. 400cc ഉണ്ട്. ബാക്കി എല്ലാ ഓട്ടോയും വന്നത് 300cc 200 ചില്ലറ CC ഒക്കെയാണ് വന്നത്. ഇത് 400cc ഉണ്ട് ഓൾമോസ്റ്റ്. അപ്പൊ അതിന്റേതായ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യേണ്ട വണ്ടി. പിന്നെ CNG ഓൺ ചെയ്യുമ്പോൾ ഹീറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ ഇതിന്റെ മറ്റേ ഹെഡിന്റെ വാൽവ് സീറ്റ് ആവാൻ കുറച്ച് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ഹയർ RPM എപ്പോഴും ഫുൾ ത്രോട്ടിൽ കൊടുത്ത് മാക്സിമം ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓടിക്കാം, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ നേരം അങ്ങനെ ഫുൾ ത്രോട്ടിൽ കൊടുത്ത് പിടിക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോ ഞാൻ എന്റെ വണ്ടി കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്ക്. അപ്പോൾ ഇതാട്ടോ എൻ്റെ വണ്ടി എന്ന് പറയണത്. ഇതാണ് വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള ഒരു ലുക്ക്. സാധാ ഡീസൽ പഴയ മോഡൽ ആപ്പ പോലെ തന്നെയാണുള്ളത്. വണ്ടിയുടെ പേരെന്ന് പറഞ്ഞാൽ ആപ്പ എക്സ്ട്രാ DLX എന്നാണ്. ഇത് വണ്ടിയുടെ ബാക്ക് സൈഡ് തന്നെ. ബാക്ക് സൈഡും ഓൾമോസ്റ്റ് പഴയ ഡീസൽ വണ്ടി പോലെ തന്നെയാണ് ഇരിക്കുന്നത്.
മറ്റേ CNGയുടെ ഒരു ബാഡ്ജിങ്ങും പിയാജോ ആപ്പേന്ന് എഴുതിയിട്ടുണ്ട്. ഇതാണ് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ. ഒരു വ്യത്യാസമില്ല, പഴയ വണ്ടി പോലെ തന്നെയാണ്. പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ മഡ് ഗാർഡും പഴയ മോഡൽ, പിന്നെ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും പഴയ മോഡൽ തന്നെയാണ് വേണ്ടത് വണ്ടി. അപ്പോൾ ഇതാണ്. പിന്നെ വണ്ടിയുടെ സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഉള്ളിലോട്ട് കയറുമ്പോൾ ആദ്യം തന്നെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CNGയുടെ ഒരു 6 കിലോൻ്റെ ഒരു ടാങ്കും പിന്നെ താഴെയായിട്ട് വണ്ടിയുടെ ബാറ്ററിയുമാണ് കാണുന്നത്. ബാറ്ററി സൈഡിൽ തന്നെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇഗ്നീഷൻ്റെ സൈഡിലോട്ട് നോക്കുമ്പോഴാണെങ്കിൽ അവിടെ ആയിട്ടാണ് മറ്റേ CNGയും പെട്രോളും കൺവേർട്ട് ചെയ്യണ സംഭവം കൊടുത്തേക്കുന്നത്. ബ്രേക്കും ചോക്കും ഹാൻഡ് ബ്രേക്കൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ കുറച്ച് കൺട്രോൾ സ്വിച്ചുകളാണ് കാണുന്നത്, ഹസാർഡ്, വൈപ്പർ, ഹെഡ്ലൈറ്റ്. പിന്നെ വണ്ടിയുടെ മീറ്ററാണ് ഇത്, നോർമൽ സാധാ മീറ്ററാണ്. 2 ലക്ഷത്തി മേലെ കിലോമീറ്റർ ഓടിയുള്ള മീറ്ററാണ് വണ്ടിയുടെ ഓട്ടോ. പിന്നെ ഇവിടെ ഒരു ഗ്ലൗ ബോക്സ് ഉണ്ട്, ചെറിയ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ഫ്യൂസ് ബോക്സ്, മറ്റേ ബ്രേക്ക് പെഡല്. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ CNG ഫില്ല് ചെയ്യണ സ്ഥലമുള്ളത്. പിന്നെ ഇവിടെ ഒരു ഫയർ എക്സ്റ്റിങ്വിഷിൻ്റെ ഒരു സിലിണ്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്യണ സ്ഥലം. പിന്നെ നമ്മൾ പുറകിലെ സീറ്റിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് സീറ്റ് നോർമലാണ്. അപ്പയുടെ സീറ്റ് അറിയാമല്ലോ, കുറച്ച് ഹൈറ്റുള്ള സീറ്റാണ്. ബാക്കിൽ നിന്ന് നമ്മൾ കയറി ഇരുന്ന് നോക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റിലിരുന്ന് നോക്കുന്ന പോലത്തെ ഒരു വ്യൂ ആയിരിക്കും. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ വണ്ടിയുടെ പുറകുവശത്തോട്ട് വരുമ്പോൾ പുറകിലാണ് നമ്മുടെ സ്റ്റെപ്പിനി ടയർ കൊടുത്തിരിക്കുന്നത്. അതിനൊരു ചെറിയ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എഞ്ചിൻ ഭാഗം ഇതാണ്. കാണുമ്പോൾ ഡീസൽ വണ്ടി പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ഡീസൽ വണ്ടി അല്ല. ഈ കാണുന്നതാണ് വണ്ടിയുടെ എഞ്ചിൻ. ഇതിൻ്റെ ഗിയർ ബോക്സും ക്ലച്ചും എന്നത് ഡീസൽ വണ്ടിയുടെ സെയിം ആണ്. പക്ഷേ പൊക്കത്തോട് ഹെഡിൻ്റെ ഭാഗത്തൊക്കെ വരുമ്പോൾ ഫുൾ ഡിഫറെൻ്റ് ആണ്. പെട്രോൾ എഞ്ചിനാണ് സംഭവം. അതാണ് മറ്റേ സ്റ്റിക്ക് ലെവൽ നോക്കണം. അവിടെയാണ് എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്യണത്. പിന്നെ അവിടെയാണ് സ്പാർക്ക് പ്ലഗിൻ്റെ സ്ഥലം. ഒറ്റ സിംഗിൾ സ്പാർക്കാണ് കേട്ടോ വണ്ടി. കുറച്ച് വലിയ സ്പാർക്ക് പ്ലഗ് ഈ വണ്ടിയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അവിടെ ആയിട്ടാണ് നമ്മുടെ ഗിയർ ബോക്സ് അല്ലെങ്കിൽ ഹൗസിങ്ങിൻ്റെയൊക്കെ ഓയിൽ ഒഴിക്കുന്നത്. എഞ്ചിൻ ഓയിൽ 1.25 ലിറ്ററും ഹൗസിങ് 1 ലിറ്ററുമാണ്. പിന്നെ അവിടെയാണ് ഗിയർ കേബിളൊക്കെ വന്നേക്കണത്. പിന്നെ ഈ കാണുന്നതാണ് ക്ലച്ച് കേബിള്. അതിൻ്റെ അപ്പുറത്ത് തന്നെയായിട്ടാണ് ബ്രേക്കിൻ്റെ ബാക്കിലെ റിവേഴ്സ് കേബിളും തന്നെ. പിന്നെ വണ്ടിയുടെ താഴെ നോക്കുമ്പോൾ നമ്മുടെ സൈലൻസർ ഡീസൽ വണ്ടിയുടെ പോലെ തന്നെ സെയിം സൈലൻസറാണ്. പിന്നെ താഴെ നിന്നുള്ള ലുക്ക് സെയിം ഡീസൽ വണ്ടി പോലെ തന്നെയാണ്. കവറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. ഈ വണ്ടി അധികം ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ ഈ വണ്ടി എറണാകുളത്താണ് ഇറങ്ങിയത്. CNG എറണാകുളത്താണല്ലോ ആദ്യമായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ എറണാകുളത്താണ് ഈ വണ്ടി ആദ്യമായിട്ട് ഇറങ്ങിയത്. പിന്നെ ഈ വണ്ടി അധികം ഇറങ്ങാതെ പോയതിന്റെ കാര്യം എല്ലാവരും പറയണത് ഇതൊരു ഫെയിലിയർ വണ്ടി ആയതുകൊണ്ടാണെന്നാണ് ഓട്ടോക്കാരെല്ലാം പറയണത്. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. ഈ വണ്ടി പൂനെ അല്ലെങ്കിൽ അഹമ്മദാബാദ് മുതലായ സ്ഥലങ്ങളിൽ വർഷങ്ങളായിട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു വണ്ടിയാണ് ഈ മോഡൽ എന്ന് പറയുന്ന വണ്ടി. പക്ഷെ ഇത് നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ എറണാകുളത്ത് നമ്മൾ പെട്ടെന്ന് മോഡൽ മാറുന്നുണ്ടായി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി അത്രയും വർഷമായിട്ട് വേറെ സ്റ്റേറ്റുകളിൽ ഇറക്കിക്കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു. കേരളത്തിൽ ഇപ്പൊ വന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കമ്പനിയും ബാക്കി സ്റ്റേറ്റുകളിലെല്ലാം മോഡൽ മാറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ മോഡൽ മാറ്റി റേഡിയേറ്റർ ഉള്ള വണ്ടി ഇറക്കിയത്. ഇത് ഓയിൽ കൂളിംഗ് പ്ലസ് എയർ കൂൾഡ് എഞ്ചിനാട്ടോ. അപ്പൊ അങ്ങനെയാണ് ഈ വണ്ടിയുടെ മോഡൽ മാറ്റിയത്. പക്ഷെ എല്ലാവരും ഓട്ടോക്കാരെല്ലാം പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി കൊള്ളില്ലാത്ത വണ്ടി ആയതുകൊണ്ടാണെന്ന് പറയണത്. പക്ഷെ എനിക്ക് ഇപ്പൊ ഏകദേശം 5 വർഷം ഉപയോഗിച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ആക്ച്വലി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. ഈ വണ്ടിയായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മെയിൻ്റനൻസ് വളരെ കുറവാണ്. പിന്നെ ടയർ തേയ്മാനം വലുതായിട്ടൊന്നുമില്ല. ബാലൻസോടെ കയറ്റിക്കൊണ്ടായിരിക്കണം. പിന്നെ നല്ല കംഫർട്ടാണ്. ഞാൻ ഏകദേശം ഒരു 200 കിലോമീറ്റർ ഒക്കെ ഡെയിലി ഓടുന്നുണ്ട്. അപ്പോൾ അത്രയും ദൂരം എനിക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്തുള്ളവർ തന്നെ എടുക്കാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എറണാകുളത്താണ് ഇറങ്ങിയിരിക്കണം. അപ്പൊ ഇതിന്റെ സ്പെയർ പാർട്സും എറണാകുളത്ത് കിട്ടാനാണ് സാധ്യത കൂടുതൽ. പുറത്ത് വേറെ ജില്ലക്കാരൊക്കെ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പെയർ പാർട്സ് കിട്ടണമെന്നില്ല. കിട്ടും, പക്ഷെ നമ്മൾ സർവീസ് സെന്ററിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. എപ്പോഴും അവരെ തന്നെ ചെന്നിട്ട് അവരോട് ബുക്ക് ചെയ്ത് മേടിച്ചു തരാൻ പറയണം. ഈ വണ്ടിയുടെ സ്പെയർ പാർട്സ്, സ്പെയറിന്റെ നമ്പറൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എറണാകുളത്താകുമ്പോൾ ഇപ്പൊ ഇവിടെ ഏകദേശം CNG പണിയാണ് വർക്ക്ഷോപ്പുകളിലൊക്കെ ഇതിന്റെ സ്പെയർ പാർട്സ് അല്ലാണ്ട്. ഞാനിത് ചേരാനെല്ലൂർ ബ്രൈറ്റ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് വണ്ടി പണിതുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൊച്ചിയിൽ പലയിടത്തും ഉണ്ട്. ഞാൻ അവിടെയാണ് പണിയണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യം സ്പെയർ ഉണ്ട്. അപ്പോൾ കാര്യങ്ങളെല്ലാം അവിടെ നിന്നാണ് ചെയ്യണത്. ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് ഈ വണ്ടി കൊണ്ട്. പിന്നെ എല്ലാവരും ചോദിക്കേണ്ടത് നീ ഇനി അടുത്ത നെക്സ്റ്റ് വണ്ടി ഏതായിരിക്കും എന്നൊക്കെ ചോദിക്കേണ്ടത്. എടുക്കാൻ പോണത് ഡീസൽ വണ്ടി ആയിരിക്കുമോ, അല്ലെങ്കിൽ ഈ വണ്ടി ഇപ്പൊ 2 ലക്ഷത്തി മേലെ ഓടിയില്ലേ, ഇനി ഈ വണ്ടി കൊടുത്തിട്ട് CNG തന്നെയാണ് എടുക്കാൻ പോണെന്നൊക്കെ ചോദിക്കേണ്ടത്. അപ്പൊ ഞാൻ ഉറപ്പായിട്ട് CNG വണ്ടി തന്നെ എടുക്കത്തുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ CNGയുടെ റേറ്റ് ഇപ്പൊ കുറച്ച് കൂടുതലാണ്. ഞാൻ വണ്ടി എടുത്തപ്പോൾ 46 രൂപയായിരുന്നു. ഇപ്പൊ ഏകദേശം 85-50 വണ്ടി റേറ്റ് CNG റേറ്റ് വന്നത്. എന്നാലും CNG തന്നെ എടുക്കത്തുള്ളൂ. CNGയിൽ മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ വേറെ എല്ലാ പ്രശ്നങ്ങളൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ കൂടെ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളൊരു ലോങ് ടേമിലോട്ട് നോക്കുമ്പോൾ മൈലേജ് ഉള്ള വണ്ടിയാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നണം. പിന്നെ ഡീസൽ വെച്ച് നോക്കുകയാണെങ്കിൽ 5-6 രൂപ വ്യത്യാസമുണ്ട്.
5-6 രൂപയല്ലേ, ഇപ്പോൾ ഏകദേശം 10 രൂപ വ്യത്യാസം ഉണ്ടല്ലേ, 97 എന്നാണ് ഡീസലിന്. അപ്പോൾ 10 രൂപയോളം വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് CNG കുറച്ച് വില കൂടണമെങ്കിൽ കൂടെ നമുക്ക് CNGയുടെ മൈലേജ് വെച്ചിട്ട് അത് കോംപ്രമൈസ് ചെയ്ത് പോകും. ഇപ്പൊ ഡീസൽ വണ്ടിക്ക് ഇപ്പോൾ ഒരു 30 കിട്ടണമെങ്കിൽ ഈ വണ്ടിക്ക് എങ്ങനെയായാലും, അല്ലെങ്കിൽ CNG വണ്ടിക്ക് എങ്ങനെയായാലും ഒരു 35 മൈലേജ് ഷുവറായിട്ടും കിട്ടും. അപ്പോൾ ഡീസൽ 1 ലിറ്ററിൽ അല്ലെങ്കിൽ 1 കിലോ ഗ്യാസിൽ രണ്ട് വണ്ടിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ഡിഫറൻസ് വെച്ച് കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ CNGയുടെ ടാങ്ക് 6 കിലോയാ എൻ്റെ വണ്ടിയുടെ വരുന്നത്. അപ്പോൾ 6 × 5 5 കിലോമീറ്റർ ആണ് നമ്മൾ ഡീസൽ വണ്ടിയായിട്ടുള്ള ഡിഫറൻസ് നോക്കിയപ്പോൾ കിട്ടിയത്. അപ്പോൾ 6 5 30 നമുക്ക് ഏകദേശം 30 കിലോമീറ്റർ ഡിഫറൻസ് വന്നിട്ടുണ്ട് ഒരു ദിവസം ഓടുമ്പോൾ. നമുക്ക് കൂടുതൽ വന്നിട്ടുണ്ട് 30 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഡീസൽ വണ്ടി ഒരു 100 രൂപക്കും കൂടെ കൂടുതൽ ഡീസൽ അടിക്കണതിന് തുല്യമായിട്ടുള്ള ഒരു മൈലേജ് നമുക്ക് ഈ വണ്ടി CNG ഓടുമ്പോൾ ബെനിഫിറ്റ് ഉണ്ട്. നമ്മളത് ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് അങ്ങനെ വെച്ച് കണക്ക് കൂട്ടി നോക്കി കഴിയുമ്പോൾ നമുക്ക് നല്ല ലാഭം തന്നെ ഉണ്ട് ഏകദേശം. പിന്നെ വണ്ടി CNG ആകുമ്പോൾ നമുക്ക് സിലിണ്ടർ കാലിബ്രേഷൻ ഒക്കെ ചെയ്യണം 3 വർഷം കൂടുമ്പോൾ. അതൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ CNG കാലിബ്രേഷന്റെ സ്ഥലങ്ങളൊന്നും അടുത്തൊന്നുമില്ല. അപ്പോൾ കുറച്ച് ദൂരത്തൊക്കെ പോയിട്ട് ഞാൻ ആലപ്പുഴയിലൊക്കെ പോയിട്ടാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാൽ കൂടെ ഇനിയൊരു ഡീസലിലോട്ട് ഒരു തിരിച്ചു പോകണമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ എടുക്കണമെങ്കിൽ എന്തായാലും CNG തന്നെ എടുക്കത്തുള്ളൂ. CNGന് കംപ്ലൈന്റ് ഒക്കെ ഉണ്ട്. പക്ഷെ പുതിയ വണ്ടി മോഡൽസ് കമ്പനി ഇറക്കുന്നത് അത് കംപ്ലൈന്റ്സ് എല്ലാം അവര് തിരുത്തി അല്ലെങ്കിൽ അതെല്ലാം ഫിക്സ് ചെയ്തിട്ടാണ് പുതിയ മോഡൽസ് ഇറക്കണം. പിന്നെ പുതിയ മോഡൽ എന്ന് പറയുന്നത് FI ആണ്. പിന്നെ മറ്റേ പുതിയ കാറുകളുടെ പോലത്തെ തന്നെ ഫീച്ചേഴ്സ് ഒക്കെയാണ്. നമുക്ക് ലാപ്ടോപ്പായിട്ടൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കംപ്ലൈന്റ് എന്നൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഈസിയാണ്. അപ്പൊ CNG കിറ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആണെങ്കിൽ നമുക്ക് സുഖമായിട്ടൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. വേറെ വിഷയമൊന്നുമില്ല. പിന്നെ ഡീസൽ വണ്ടി ഇറങ്ങണുണ്ടെന്ന് പറഞ്ഞാൽ കൂടെ മറ്റേ ആപ്പയുടെ മറ്റേ റേഡിയേറ്റർ ഇല്ലാത്ത ഡീസൽ വണ്ടി അധികം നാളുണ്ടാവും എനിക്ക് തോന്നണില്ല. അത് മറ്റേ ഇനി BS6 BS7 BS8 മാറുമ്പോൾ വണ്ടി ഇനി അധികം നാളുണ്ടാവും തോന്നണില്ല. അത് മറ്റേ എമിഷൻ നോംസ് ഒക്കെ മീറ്റ് ചെയ്യുമെന്ന് തോന്നണില്ല. അപ്പൊ മറ്റേ റേഡിയേറ്റർ ഉള്ള പുതിയ ടൈപ്പ് ഡീസൽ ആപ്പേ ആയിരിക്കും ഉണ്ടാവണം. പക്ഷെ അതിനാണെങ്കിൽ നല്ല കംപ്ലൈന്റും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നുണ്ട്. കംപ്ലൈന്റിലും കുറവ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് മൈലേജ് ആണ് വേണ്ടത്. ഓട്ടോ ഡ്രൈവർമാർക്ക് മൈലേജ് ആ വണ്ടിക്ക് കുറവാണ്. എന്റെ ഫ്രണ്ട്സ് 2-3 പേർക്ക് കണ്ട അവർക്ക് 25-26 കിട്ടണം എന്നാണ് പറയണത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡീസലിലോട്ട് പോവാതിരിക്കണതാണ് നല്ലത്, ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇനി എടുക്കണമെങ്കിലും CNG തന്നെ എടുക്കത്തുള്ളൂ. അപ്പൊ ഈ വണ്ടിയുടെ ഒരു ലോങ് ടേം റിവ്യൂവും പിന്നെ CNGയുടെ ഒരു എക്സ്പീരിയൻസ് റിവ്യൂവും കൂടെയാണ് ഇത്. പിന്നെ CNG വണ്ടി കുറച്ച് പവറൊക്കെ ഉണ്ട്. എന്നാൽ കൂടെ കയറ്റം കയറുമ്പോഴൊക്കെ ചെറുതായിട്ട് പമ്മയൊക്കെയാണ് കയറണം. എന്നാലും കയറി പൊക്കോളും, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ സിലിണ്ടറും പിസ്റ്റണും മാറേണ്ട ആ ഒരു ടൈമൊക്കെ ആവുമ്പോൾ ഏകദേശം നല്ലോണം വണ്ടി വലിയാതെയൊക്കെ ആവും. അപ്പൊ നമ്മള് ഓയിലും അത്യാവശ്യം നല്ല ചിലവ് വരും, ഓയിൽ ചിലവുണ്ടാവും. അപ്പൊ ആ ടൈമൊക്കെ ആകുമ്പോൾ നമ്മൾ സിലിണ്ടറും പിസ്റ്റണൊക്കെ മാറി ഉപയോഗിക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ. എന്റെ വണ്ടി ഇപ്പൊ 2 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ് 2 മീറ്ററിൽ 1,17,000 എന്നാണ് കാണിക്കണം. പക്ഷെ ഒരു പ്രാവശ്യം ഓടി 1 ലക്ഷം കഴിഞ്ഞ് തിരിച്ച് പിന്നെയും 1 ലക്ഷം ഓടി പിന്നെയും 0 ആയി അങ്ങനെ വന്നേക്കാണ്. പിന്നെ എന്റെ മീറ്റർ കുറെ നാൾ ഞാൻ കേബിളൊക്കെ പൊട്ടിയിട്ട് ഓടാതെയൊക്കെ കിടന്നിരുന്ന അങ്ങനെയൊക്കെ പോയി. ഏകദേശം ഒരു 250 അടുത്തൊക്കെ വണ്ടി ഓടിയിട്ടുണ്ടാവും. അതിനിടയ്ക്ക് ഞാൻ 1 പ്രാവശ്യം സിലിണ്ടർ പിസ്റ്റൺ മാറി, ഹെഡ് മാറി, പിന്നെ 1 പ്രാവശ്യം ഹെഡ് പണിത് വിട്ട്. സിലിണ്ടർ പിസ്റ്റൺ ഹെഡ് മാറാനായിട്ട് എനിക്ക് ഏകദേശം വന്ന ചിലവെന്ന് പറഞ്ഞാൽ 12,500 രൂപ വന്നത്. ഇതേ സെയിം സംഭവം തന്നെ ഒരു അതുൽ അല്ലെങ്കിൽ ബജാജ് ആണെങ്കിൽ ഏകദേശം 20,000 അടുത്ത് അല്ലെങ്കിൽ ഒരു 18 രൂപയൊക്കെ വരും. പിന്നെ ഇതിന് ടൈമിംഗ് ചെയിൻ ഇല്ല ഈ വണ്ടിക്ക്. എഞ്ചിൻ ലൈഫ് ഈ ടൈമിന്റെ ഇത് തന്നെ ഒരു റാഡ് പോലത്തെ സംഭവമാണ്, പഴയ ഡീസൽ വണ്ടി പോലെ. അത് വണ്ടിയുടെ ലൈഫിന്റെ അത്ര തന്നെ അതിന് ലൈഫ് ഉണ്ടാവും. പിന്നെ അത് എന്തെങ്കിലും കംപ്ലൈന്റ് ആയാൽ കൂടെ എഞ്ചിനൊന്നും വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല. ടൈമിംഗ് ചെയ്യുമ്പോൾ ഇത്ര കിലോമീറ്ററിൽ അത് മാറണമെന്നൊന്നുമില്ല. അത് എപ്പോഴേലും ബ്രേക്ക് ആകുമ്പോൾ മാറിയാൽ മതി, പൊട്ടുമ്പോൾ മാറിയാൽ മതി. അപ്പൊ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ്, വലിയ കംപ്ലൈന്റ് ഒന്നുമില്ല. സെക്കൻഡ് ഹാൻഡ് ഒക്കെ എടുക്കാനുള്ള ആൾക്കാരാണെങ്കിൽ ഈ വണ്ടി കുറഞ്ഞ വിലക്കൊക്കെ CNG വണ്ടി കിട്ടും. ഇത് എറണാകുളത്തുള്ള ആൾക്കാരെ തന്നെ എടുക്കാനാണ് ഞാൻ പറയുള്ളൂ. വേറെ ജില്ലക്കാരൊന്നും എടുക്കാൻ പറയുന്നില്ല. നല്ലൊരു വണ്ടിയാണ്. ഞാൻ ഇത്ര വർഷം ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ല വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് ഉണ്ട്, മാന്യമായ സ്പെയർ പാർട്സിന് വലിയ വിലയൊന്നുമില്ല. പിന്നെ എന്താ പറയാ, വണ്ടി നല്ലോണം ചെക്ക് ചെയ്തിട്ട് എടുക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ള. ആരെങ്കിലും CNG ഓടിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ CNG വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയിട്ട് ഒന്ന് നല്ലോണം ചെക്ക് ചെയ്തിട്ട് എടുക്കണം. അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. സ്പെയർ പാർട്സ് ഒക്കെ എറണാകുളത്ത് എല്ലാം കിട്ടുന്നുണ്ട്, അവൈലബിൾ ആണ്. വേണമെങ്കിൽ ഞാൻ ഇതിന്റെ അടിയിൽ ഞാൻ ഈ CNG വണ്ടി പണിയണ സ്ഥലത്തിന്റെ മെക്കാനിക്കിന്റെ നമ്പറും അവരുടെ ഡീറ്റെയിൽസും കൂടെ വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. അവിടേക്ക് ഇതിന്റെ സ്പെയർ എന്തായാലും കിട്ടും, ഉറപ്പാണ്. പിന്നെ വണ്ടി ഇറങ്ങിയിട്ട് ആകെ 5 കൊല്ലം ആയിട്ടുള്ള ഈ വണ്ടി ഇറങ്ങിയിട്ട്. കമ്പനി ഒരു പുതിയ വണ്ടി ഇറക്കി കഴിഞ്ഞാൽ 15 കൊല്ലത്തേക്ക് എന്തായാലും സ്പെയർ തരാൻ അവർ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ വേറെ ആൾക്കാരൊക്കെ നമ്മൾ കസ്റ്റമേഴ്സ് കേസിന് പോകും, അത് വേറെ കമ്പനിക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അവരെന്തായാലും സ്പെയർ തരും. അപ്പോൾ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ്. കുറഞ്ഞ വിലയിൽ നല്ലൊരു വണ്ടി തന്നെയാണ്, വലിയ വണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള ഇതാണ് എൻ്റെ വണ്ടിയും കാര്യങ്ങളെല്ലാം. അപ്പോൾ
നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഷെയർ ചെയ്യുക വീഡിയോ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.